ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് ലൈവ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഫ്ലക്സ് ലിങ്കേജ് ഡ്യൂ ടു സിംഗിൾ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പഠിപ്പിച്ചു. അത് രണ്ട് രീതിയിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. സിംഗിൾ ഫ്ലക്സ് ലിങ്കേജ് ഡ്യൂ ടു കറന്റ് ക്യാരിങ് കണ്ടക്ടറിൽ ഫ്ലക്സ് ലിങ്കേജ് ഡ്യൂ ടു ഇന്റേണൽ ഫ്ലക്സും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫ്ലക്സും ഉണ്ട്. ആ ഇന്റേണൽ ഫ്ലക്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഡെറിവേഷൻ μ0I/8π. അപ്പൊ ആ ഡെറിവേഷൻ ഒന്ന് നോക്കുക. ഞാൻ പറഞ്ഞു ഇടയിലൊക്കെ എവിടെ മിസ് ആവുകയാണെങ്കിൽ അതിനൊരു കണ്ടിന്യൂറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലക്സ് ഇന്റേണൽ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ μ0I/8π. അപ്പോ ഇനി അതുപോലെ തന്നെ ഫ്ലക്സ് ലിങ്കേജ് ഡ്യൂ ടു അതിന്റെ എക്സ്റ്റേണൽ ഫ്ലക്സ് ഉണ്ട്. അത് കാരണം അതിന്റെ എക്സ്റ്റേണലൊക്കെ ഉള്ള ഫ്ലക്സ് ഉണ്ട്. അത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ഇറ്റ് ഈസ് ഇന്റഗ്രൽ r to infinity μ0I/2πx dx എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെ സമ്മ് ഇന്റേണൽ പ്ലസ് എക്സ്റ്റേണൽ, അതായത് μ0I/8π പ്ലസ് ഇന്റഗ്രൽ r to infinity μ0I/2πx dx. അപ്പൊ അത് രണ്ട് μ0I/2π പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 1/4 ഉണ്ട്. പിന്നെ ഇവിടെ ഇന്റഗ്രൽ dx/x ഉണ്ട്. അപ്പൊ ഈ സംഭവമാണ്. ഈ രണ്ട് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫ്ലക്സ് ലിങ്കേജ് കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ കറന്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡക്ടൻസ് കിട്ടും. അപ്പൊ നമ്മൾ ഇൻഡക്ടൻസ് ഓഫ് എ സിംഗിൾ ഫേസ് 2 വയർ ലൈൻ, ഇത് ഞാനൊരു ഫുൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. പിന്നെ ഞാനൊരു വീഡിയോ ഇടാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ലൈവ് ക്ലാസ്സിന് കുറച്ചൊരു ആബ്സെന്റ് ആയിരുന്നു. ഇത് ഒരു കമ്പൽസറി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട് എപ്പോഴും. അപ്പൊ നമുക്ക് സിംഗിൾ ഫേസ് 2 വയർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈന് എ ഉണ്ടാവും, 2 വയർ ആണല്ലോ, അപ്പൊ എയും ബിയും. അപ്പൊ എ കൂടെ കയറുന്ന കറണ്ട് ബി കൂടെ റിട്ടേൺ അടിക്കും. അപ്പോൾ IA ആണ് ഇതിൽ കൂടെ ഉള്ള കറണ്ട് വെച്ചാൽ ഇതിൽ കൂടിയും IA തന്നെ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. സോ ഐ കൻ റൈറ്റ് IA is equal to minus IB. IA and IB are same but in opposite direction. അല്ലെങ്കിൽ IA plus IB is equal to 0. ഇനി നോക്കിയോ, നേരത്തെ ഞാനിവിടെ ഒന്നും കൂടി എടുത്ത് എഴുതാണ്. ഫ്ലക്സ് ലിങ്കേജ് വിത്ത് A ഡ്യൂ ടു ഇറ്റ്സ് ഓൺ കറണ്ട്. എ കാരണം ഇറ്റ്സ് ഓൺ കറണ്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവും, ഇന്റേണൽ ഫ്ലക്സും അത് കാരണമുള്ള എക്സ്റ്റേണൽ ഫ്ലക്സും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ തന്നെ എഴുതാ μ0 കറണ്ട് IA ആണ് /8π എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റേണൽ പ്ലസ് എക്സ്റ്റേണൽ. നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞു r to infinity. എക്സ്റ്റേണൽ എപ്പോഴും എടുക്കുക. ഇവിടുന്ന് r അതിന്റെ റേഡിയസ് ടു പുറത്തേക്കുള്ള ഭാഗമാണ്. r to infinity μ0 അവിടുത്തെ കറണ്ട് ഡ്യൂ ടു A തന്നെയാണ്, ഡ്യൂ ടു ഇറ്റ്സ് ഓൺ കറണ്ട്. അപ്പൊ IA/2πx dx അല്ലെങ്കിൽ μ0 IA/2π ഞാൻ പുറത്തെടുത്തു. നേരത്തെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഡെറിവേഷൻ 1/4 പ്ലസ് r to infinity dx/x. ഇത് കൂടാണ്ട് ഇത് ഡ്യൂ ടു ഫ്ലക്സ് ലിങ്കേജ് ഓൺ എ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ ആണ്. ഇനി ഫ്ലക്സ് ലിങ്കേജ് ഓൺ എ ഡ്യൂ ടു ബി ഉണ്ട് അല്ലെ. അപ്പൊ അതിന് ഇന്റേണൽ ഇല്ല, എക്സ്റ്റേണൽ മാത്രമേ ഉള്ളൂ. അതെന്താണ്? ഈ ഒരു ടേം μ0, ഈ ഒരു ടേം വരും. അവിടെ IAക്ക് പകരം IB വരാം. μ0IB/2π. പിന്നെ അതിന്റെ എങ്ങനെ ലിമിറ്റ് വരിക? ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ അതെന്താണ്? d to infinity dx/x. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്ത, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ലൈവ് ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് വിത്ത് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂ ടു ഈ കറണ്ട് പ്ലസ് ഡ്യൂ ടു ബി കറണ്ട്, ഈ IB കാരണമുള്ള കറണ്ട്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുക, അതായത് ദിസ് പ്ലസ് ദിസ്. അപ്പൊ അതെന്താ പറയുക? μ0IA/2π 1/4 പ്ലസ് r to infinity dx/x പ്ലസ് μ0IB/2π d to infinity dx/x. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടണം. അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് μ0/2π പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇവിടെ ബാക്കി 1/4 പ്ലസ് r to infinity dx/x ഉണ്ട്. പിന്നെ അതിന്റെ കറണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ കറണ്ട് IA ആണ് അല്ലെ. പിന്നെ ഇവിടെ μ0/2π പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി IB ഉണ്ട്. പിന്നെ ഇന്റഗ്രൽ d to infinity dx/x അത് കിട്ടി. ഇനിയിപ്പോ നമുക്ക് IA IB രണ്ട് എൻറ്റിറ്റി ആയി നിന്നാൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? IBക്ക് പകരം -IA ഇടാം. ഓക്കെ, അപ്പൊ അതിന് ആദ്യം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഈ ഇന്റഗ്രലിനെ മാറ്റിയിട്ട് ലോഗിന്റെ ടേംസിൽ എഴുതാലോ. അപ്പൊ ഇതിന്റെ ടേം എന്താ വരും? 1/4 IA വരും. പിന്നെ ഇതിന്റെ ടേം എന്താണ്? ഇന്റഗ്രൽ r to infinity dx/x എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ ലോഗ് x ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലോഗ് x. അതിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി. അപ്പൊ ലോഗ് ഇൻഫിനിറ്റി അത് ഏത് ലോഗാണ്? ബേസ് 10 അല്ല, നാച്ചുറൽ ലോഗാണ്. അപ്പൊ ലോഗ് ഇ ബേസ് ഇ, ലോഗ് ഇൻഫിനിറ്റി വിത്ത് ബേസ് ഇ, അല്ലെങ്കിൽ LN എഴുതാം. ഓക്കെ, LN എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗ്, പക്ഷെ ബെറ്റർ നിങ്ങൾ ലോഗ് വിത്ത് ബേസ് ഇ. ഇപ്പൊ ഫസ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? ലോഗ് നാച്ചുറൽ ലോഗ് 6. അതിന്റെ ഒക്കെ കറണ്ട്, ഇതിന്റെ ഒക്കെ കറണ്ട് എന്താ? IA. ഇനി ഇവിടെ എന്താ? അഗെയിൻ നമുക്ക് വരും നാച്ചുറൽ ലോഗ്
ഇൻഫിനിറ്റി മൈനസ് നാച്ചുറൽ ലോഗ് ഡി അഗൈൻ എന്റെ കറണ്ട് ഐ ബി. ഇനിയിപ്പോ ഈ ഐ ബിക്ക് പകരം ഞാൻ ഐ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് ഇവിടെ എഴുതുന്നത്. അപ്പൊ ഐ ബിക്ക് പകരം മൈനസ് ഐ എ കൊടുത്തു. ഇനി ഇതിന്നൊക്കെ നമുക്ക് ഐ എ കോമൺ ഉണ്ട്. ഇവിടെ ഒരു ഐ എ ഉണ്ട്, ഇവിടെ ഒരു ഐ എ ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് ഈ ഇൻഫിനിറ്റിന്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ലോഗ് ഇൻഫിനിറ്റി ഐ എ, ഇവിടെ ലോഗ് ഇൻഫിനിറ്റി ഐ ബി. ഐ ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. അപ്പൊ ഈ ഐ എയും ഈ ഐ എയും കൂടി ക്യാൻസൽ ആയിപ്പോ ഈ ടേം ലോഗ് ഇൻഫിനിറ്റിന്റെ ടേം അങ്ങോട്ട് ക്യാൻസൽ ആയിപ്പോ. അപ്പൊ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക, ന്യൂ 0/2π ഐ എ ബൈ 4. ഈ ടേം പോയി അല്ലെ. ഇവിടെ ലോഗ് ഇൻഫിനിറ്റി ഐ എ, അതുപോലെ തന്നെ ലോഗ് ഇൻഫിനിറ്റി ഐ ബി, ബട്ട് ഐ എ ഇസ് ഈക്വൽ ടു മൈനസ് ഐ ബി. അപ്പൊ നമുക്ക് എന്താ ഈ ഐ ബിക്ക് പകരം മൈനസ് ഐ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഈ ടേമേ ഇല്ല. പിന്നെ ബാക്കി ഏത് ടേമേ ഉള്ളത്, ഇതാ ഉള്ളത്. അതിൽ നമുക്ക് ഐ എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാൻ പറ്റും, ലോഗ് ഡി ബൈ ലോഗ് മൈനസ് ലോഗ് ആർ ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും, ലോഗ് ഡി ബൈ ആർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക, ന്യൂ 0/2π ഐ എ പുറത്തേക്ക് എടുക്കാം. അപ്പൊ ബാക്കി 1/4 പ്ലസ് നാച്ചുറൽ ലോഗ് ഡി ബൈ ആർ. ഇതാണ് ഫ്ലക്സ് ലിങ്കേജ്. ഇൻഡക്ടൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ബൈ അതിലൂടെയുള്ള കറണ്ട്. അപ്പൊ ഐ എ ബൈ ഐ എ എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനം എന്താ കിട്ടുക, ന്യൂ 0/2π 1/4 ലോഗ് നാച്ചുറൽ ലോഗ് ഡി ബൈ ആർ. ഇപ്പൊ ന്യൂ 0ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4π × 10⁻⁷/2π 1/4 ലോഗ് നാച്ചുറൽ ലോഗ് ഡി ബൈ ആർ. ഇതിൽ നമുക്കിത് വെട്ടിയിട്ട് ഇത് പല രീതിയിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സ്റ്റാൻഡേർഡ് ഫോമും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ഇത് രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ 2 × 10⁻⁷ 1/4 പ്ലസ് ലോഗ് ഡി ബൈ ആർ അങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ നോക്കിയേ 2 × 10⁻⁷ പ്ലസ് 1/4 പ്ലസ് ലോഗ് ഡി ബൈ ആർ. അല്ലെങ്കിൽ നമുക്ക് അതിനെ വേറെ രീതിയിൽ സ്റ്റാൻഡേർഡ് ഫോം ആക്കിയിട്ട് എഴുതാം. 2നെ ഉള്ളിലേക്ക് എടുക്കാം. 2നെ ഉള്ളിലേക്ക് എടുത്താൽ എന്താ ഇവിടെ വരിക, ഈ 2ഉം 1/4ഉം കഴിഞ്ഞാൽ നമുക്ക് 1/2, പിന്നെ അതുപോലെ 2 ലോഗ് ഡി ബൈ ആർ. അങ്ങനെ എഴുതുന്നവരും ചില ടെക്സ്റ്റ് ബുക്സിൽ ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടുള്ളത്. ഏത് 10⁻⁷ പ്ലസ് ഇൻറ്റു 1/2 പ്ലസ് 2 ലോഗ് ഡി ബൈ ആർ. ഇതാണ് എൽ എ. ഇനി ലൂപ്പിന്റെ ഇൻഡക്ടൻസ് പറഞ്ഞാൽ എന്താ, 2LA ആണ്. അപ്പൊ 2LA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2ഉം കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഇത് 1 ആവും. ഇത് 4 ലോഗ് ഡി ബൈ ആർ. ഇത് ലൂപ്പ് ഇൻഡക്ടൻസ് ആട്ടോ. എല്ലേന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ. അത് ചിലവർ ഇങ്ങനെ എഴുതുന്നവരുണ്ട്, അല്ലെങ്കിൽ ചിലവർ 2 പുറത്തേക്ക് ഇട്ടിട്ട് എഴുതുന്നവരുണ്ട്. പല ടെക്സ്റ്റിലും പല പോലെയാണ്. അപ്പൊ എന്തായാലും ഈ ലൂപ്പ് ഇൻഡക്ടൻസ് ഇതാണ്. ദിസ് ഇസ് എന്താണ്, ഇൻഡക്ടൻസ് ഓഫ് എ സിംഗിൾ ഫേസ് 2 വയർ ലൈൻ. ഇത് LA ആണ്, ഇത് ലൂപ്പ് ഇൻഡക്ടൻസ്. അപ്പൊ ഇത് ഈ എക്സ്പ്രഷൻ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പ്രോബ്ലത്തിൽ ചെയ്യാനുണ്ടാവും. ഇനി ഇത് ചിലപ്പോൾ ഈ LAനെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് വേറൊരു രീതിയിൽ എഴുതും, അതും ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടിയ LA എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് അല്ലെ. ഇനിയിപ്പോ ഈ 1/4ന് പകരം എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നാച്ചുറൽ ലോഗ് e⁻⁴. ഈ നാച്ചുറൽ ലോഗ് e⁻⁴ രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. അപ്പൊ 1/4ന് പകരം നാച്ചുറൽ ln e⁻⁴ എന്ന് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഈ 1/4ന് ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് വരും അല്ലെ. അങ്ങനെ ഇങ്ങനെ എഴുതാനൊരു റീസൺ ഉണ്ട് കേട്ടോ. അപ്പൊ ആ റീസൺ ഞാൻ പറയാം. അപ്പൊ മൈനസ് ഇവിടെ ഇട്ടു, ഇവിടെ മൈനസ് ഇട്ടാൽ ഇങ്ങനെ എഴുതാം. അപ്പൊ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2 × 10⁻⁷. ഇതിന് പകരം ഞാൻ എന്താ എഴുതാം, മൈനസ് നാച്ചുറൽ ലോഗ് e⁻⁴ പ്ലസ് ഈ ടേം അങ്ങനെ തന്നെ. അപ്പൊ ഇവിടെ ലോഗ് എ മൈനസ് ലോഗ് ബി ടേം ആണ്. അപ്പൊ ലോഗ് എ ബൈ ബി. അപ്പൊ 2 × 10⁻⁷ ലോഗ് നാച്ചുറൽ ലോഗ് ആണ്. എ എന്താണ്, ഡി ബൈ ആർ ഡിവൈഡഡ് ബൈ എന്താണ്, e⁻⁴. അല്ലെങ്കിൽ ഇത് താഴെ വരും. അപ്പൊ ഡി ബൈ ആർ ഇൻറ്റു e⁻⁴. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഒരൊറ്റ ഒരു ടേം ആയിട്ട് മാറി. ഇതിന്റെ ഇടയിൽ പ്ലസ് ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെ വന്നു അല്ലെ. അപ്പൊ അതിന് പകരം ഈ r e⁻⁴ ഞാൻ ഒരു r' എന്ന് കൊടുക്കുക. ഈ r' ഒരു പേരുണ്ട്. r' ഈസ് കോൾഡ് ആസ് r' ഇസ് ഈക്വൽ ടു r e⁻⁴, or it is e⁻⁴ വാല്യൂ 0.778 ആണ്. 0.778 ഇട്ട് കൊടുത്താൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് r' ഇസ് കോൾഡ് ആസ് ജോമെട്രിക് മീൻ റേഡിയസ്. അതെന്താ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ആ ജോമെട്രിക് മീൻ റേഡിയസിന്റെ ടേംസിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അപ്പൊ ഇതിന് പകരം ഞാൻ d ബൈ r' കൊടുക്കും. അപ്പൊ LA ഇസ് ഈക്വൽ ടു 2 × 10⁻⁷ നാച്ചുറൽ ലോഗ് d ബൈ r'. അപ്പൊ ഈ ഒരു ടേം കണ്ടില്ലേ, ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മളുടെ ഇന്റേണൽ ഫ്ലക്സിനെ ഒമിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടേം ആണ്. ഓക്കെ, അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾ LA എന്ന് പറഞ്ഞാല് ഇത് 10⁻⁷, ഇത് നമ്മളുടെ ഇന്റേണൽ ഫ്ലക്സിന്റെ ഫാക്ടറാണ്, ഇത് നമ്മുടെ എക്സ്റ്റേണൽ ഫ്ലക്സിന്റെ ഫാക്ടറാണ്. അപ്പൊ ഇതിലിപ്പോ ഈ ഒരു സാധനം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എക്സ്പ്രഷൻ എങ്ങനെയായി പോവും. ഇവിടെ 10⁻⁴, അതായത് ഈ ഒരു ടേം മാറ്റി കഴിഞ്ഞാൽ 2 × 10⁻⁷ ലോഗ് ഡി ബൈ ആറിന് പകരം ഇവിടെ നമുക്ക് അതുപോലെ എഴുതാം. പക്ഷെ ആ ആറിന് പകരം നമ്മൾ എന്താ എഴുതുക, r'.
വേർ ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ റേഡിയസിന്റെ 0.778 R ആണ്. സോ R dash is the radius of a fictitious conductor. ശരിക്കുള്ള കണ്ടക്ടർ അല്ല, ഒരു കണ്ടക്ടർ നമ്മൾ അസ്യൂം ചെയ്യാണ്. അത് ആ കണ്ടക്ടറിനെ എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യണം, അതിന് ഇന്റേണൽ ഫ്ലക്സ് ഇല്ല. അപ്പൊ എന്താണ്, അതിന്റെ റേഡിയസ് എത്ര ആയിരിക്കും, മെയിൻ റേഡിയസിന്റെ 0.778 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലേനെ നമുക്ക് ഈ R ഡാഷ് വെച്ചിട്ട് ഉള്ള ഇക്വേഷൻ എഴുതാം. അപ്പൊ നമുക്ക് അതിന് ആ എഴുതുമ്പോൾ എന്താണ്, നമുക്ക് ആ ഇന്റേണൽ ഫ്ലക്സ് ഇല്ലാത്ത രീതിയിൽ എഴുതാം. So R dash is the radius of a fictitious conductor having no internal flux but with the same inductance as the actual conductor of radius R. The quantity e raised to minus 1/4 which is equal to 0.778 is called as the geometric mean radius. The geometric mean radius ൽ നമ്മൾ എക്സ്പ്രസ് ചെയ്താലുള്ള പ്രത്യേകത എന്താ, it omits the internal flux and ഇത് applicable to solid round conductors only. അപ്പോൾ ഇത്രയാണ് inductance of a single phase two wire line.